ഞാനിതാ എൻ്റെ വീട്ടിൽ പോയിട്ട് തലച്ചോറും ബോട്ടിയൊക്കെ എടുത്ത് വരിക കേട്ടോ. തുണി കൊണ്ടുപോവാണ്. കാരണം ഹസ്ബൻഡിന് തലച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ പപ്പ എൻ്റെ കുട്ടിക്ക് എന്താ ബ്രോസ്റ്റ് വാങ്ങാനായിട്ട് അമ്മച്ചി താരീക്കോട് പോയി കൊണ്ടുവന്നേണേ. അപ്പം ഞാനിതാ കോട്ടൊക്കെ ഇട്ടിട്ട് ഹസുട്ടിക്ക് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ബ്രോസ്റ്റ് വേണം തന്നെ. അപ്പോൾ ബ്രോസ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോവാണ്. മഴ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തി. പിന്നെ ഞാനിതാ എൻ്റെ വീട്ടിൽ പോയിട്ട് തലച്ചോറും ബോട്ടിയൊക്കെ എടുത്ത് വരിക കേട്ടോ. ഇതുകൂടി കൊണ്ടുപോവാണ്. കാരണം ഹസുട്ടിന് തലച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ പപ്പ അവിടെ കൊണ്ടുവച്ചായിരുന്നു. അതുപോലെ ബോട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഈ ഒരു മഴയത്ത് ബോട്ടിയും ഒക്കെ കഴിക്കാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഇതാ ഉമ്മ എനിക്ക് കവറിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഹസുട്ടിക്ക് നമുക്ക് ബ്രോസ്റ്റ് വാങ്ങണം. അപ്പോൾ അതിന് പോകണം. നല്ല മഴ ഉണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഇതാ പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇതാ പോവാണ് ബോട്ടിയൊക്കെ കൊണ്ട്. അപ്പോൾ ഹസൂന് ഇതാ നമ്മൾ ബ്രോസ്റ്റ് എമ്മിന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഓന് കൊണ്ടു കൊടുക്കട്ടെ. ആൾ ഉറങ്ങായിരുന്നു. അപ്പോൾ ഉറങ്ങി നീച്ചിട്ടുണ്ട്. എന്നാ എൻ്റെ കുട്ടിക്ക് എന്നാ ബ്രോസ്റ്റ് വാങ്ങാനായിട്ട് അമ്മച്ചി താരീക്കോട് പോയി കൊണ്ടുവന്നേണേ. ഇപ്പം എങ്ങനെയുണ്ട്? വേദന സുഖമുണ്ടോ? മാറിയോ? ഓക്കെ ആയോ? അപ്പം അതാ ഹസുട്ടി കൈയൊക്കെ കിട്ടി കാക്കയായിട്ടുണ്ട്. ഹസുക്കാക്ക അപ്പം അതാ ബ്രോസ്റ്റ് ഇങ്ങോട്ട് ഒക്കെ കുഞ്ഞ് ലെഗ് പീസ് കഴിച്ചോക്ക്. ഇനി ഉറങ്ങല്ലേ. കുട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചാൽ ആ മഴത്ത് പോയി കൊണ്ടുവന്നാ. ബിരിയമാമിൻ്റെ ഒപ്പം കൊടുക്കണം. മാണ്ട ബിരിയമാമ കൊടുക്കണം. മാണ്ട ഇതല്ലേ. അപ്പോൾ എനിക്ക് ഞാൻ ബ്രോസ്റ്റ് വാങ്ങിയിട്ടില്ല. എനിക്ക് ബ്രോസ്റ്റിനായിട്ടിൽ ഇഷ്ടത ഈ ഒരു കാണാണ് കേട്ടോ. മുത്തബക്കാണ്. നമ്മുടെ ഗൾഫിലത്തെ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. ചില ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. എനിക്കെന്തായാലും ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ചൂടിൽ കഴിക്കണം. ഞാനിത് പാർസൽ കൊണ്ടുവന്ന് പുറത്തെ മഴയൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഹസുട്ടിക്ക് 4 പീസുള്ള ബ്രോസ്റ്റിൻ്റെ പെട്ടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസുക്കും ഉമ്മാക്കും അതന്നെ ധാരാളമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കൊണ്ടുവന്ന ബോട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഉപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചത് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഹസുവിന് തലച്ചോറും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. തലച്ചോറ് ഭയങ്കര ഇഷ്ടം. ആദ്യമൊന്നും ആൾ കഴിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പം എന്താ അറിയില്ല, ഇഷ്ടമാണ്. പിന്നെ ബോട്ടി പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബോട്ടി നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മൾ ബീഫിനായിട്ടിലും ടേസ്റ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബോട്ടിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ അതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേരെ ഞാൻ ആ മഴയത്ത് വീട്ടിലേക്ക് ഓടിയതാണ് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എവിടെ വേണമെങ്കിലും നമ്മൾ പോയി കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതാ കട്ട് ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് ചെറുതായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഉമ്മാൻ്റെ ഒരു 10 മണിക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ. നമ്മുടെ മുത്താറില്ലേ, നല്ല രീതിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ആക്കാറുണ്ട് കേട്ടോ ഇവിടെ ഉപ്പാക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മധുരം ഇടാത്തതാ നല്ല നീട്ടിയ നമ്മുടെ മുത്താറി വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ വന്നിക്കണേ ഐസിലില്ലേ. ഉപ്പേരിക്ക് എന്ത് വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഉപ്പ തരാണ്ട് ഇന്നിത്തട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുഞ്ഞാക്കി കൊത്തി അരിയണം. അപ്പോൾ അത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത് 2 ഇതിൻ്റെതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ലായിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റാണ്. ചിലതിൻ്റെത് ഒരു കയ്പ്പ് രസം വരാറുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ മുകളിലത്തെ ഏകദേശം തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ബോട്ടി ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഉമ്മതാ താൽക്കാലികമായിട്ടുള്ള മസാലകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇത് വേവിച്ചതിന് ശേഷമാണല്ലോ ഫ്രൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഉള്ളിയും കാര്യങ്ങളൊന്നും
ഒന്നും ഇടുന്നില്ല, അതൊക്കെ അതിന് ശേഷമാണ് ഇടുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ സാധാ കൂട്ടുകളൊക്കെ ഇട്ടിട്ട് ഇതാ നല്ല രീതിയിൽ വേവിക്കാൻ വെക്കുകയാണ്. ഇത് നല്ല രീതിയിൽ വെന്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയിലാണ് ഇവിടെ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഒഴിച്ചില്ല, ജസ്റ്റ് ആ ഒരു വെളിച്ചെണ്ണയും കുറച്ചൊന്ന് വെള്ളം അതാ തൂകി കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം നല്ല രീതിയിൽ ഇതാ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഓറ് വെള്ളമൊന്നുമില്ല, അങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള മസാലകളൊക്കെ സെറ്റാക്കുന്നത്. ഇനി നമ്മുടെ പോട്ടിൻ്റെ വേവ് ഏകദേശം ആയി തുടങ്ങുന്ന ടൈമിൽ നമ്മളിതാ നമ്മുടെ തലച്ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ നല്ല രീതിയിൽ കുത്തി ഉടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അതൊക്കെ ഒന്ന് മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇതാ സ്പൂണ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തലച്ചോറ് നല്ല രസമല്ലേ, നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേട്ടോ. കാരണം ഏകദേശമൊക്കെ നമ്മുടെ തോട്ടത്തും അതുപോലെ തന്നെ ഇങ്ങനത്തെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ തട്ടിക്കൂട്ടി പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്, ഫണ്ണി ആയിട്ടില്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് സിമി എന്നാണ്. ഞാൻ വേണമെങ്കിൽ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അതൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ റെഡിയായി, ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം വരുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ബോട്ടി തലച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ മോരും ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിതിലത്തെ ഉപ്പേരിയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഉച്ചക്കേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് എനിക്ക് കഴിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു റോബസ്റ്റ് പഴവും അതുപോലെ തന്നെ ഈ കാക്ക ഫ്രൂട്ട് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ നല്ല റേറ്റും ആണ് കേട്ടോ. 240 250 കിലോന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പീസ് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു കട്ട തൈരുമാണ് ഞാൻ എടുക്കുന്നത്. ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ കുറച്ച് കഴിച്ചു, ചോറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 വാങ്ങുമ്പോൾ തന്നെ 100 രൂപ ആവുന്നുണ്ട്, അത്രയും റേറ്റാണ് കേട്ടോ. അപ്പോൾ 2 വാങ്ങി 2 ദിവസമൊക്കെ യൂസ് ചെയ്യലാണ്. അപ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോ, ബായ്.